മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ മറിയത്തിന്റെ സഭയോടുള്ള മാതൃപരമായ കരുതലിന്റെ പ്രകടനമായാണ് വിശ്വാസികൾ കണക്കാക്കുന്നത്. ഒരു പ്രത്യേക സമയത്തിന്റെയും സ്ഥലത്തിന്റെയും ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ദൈവിക സന്ദേശത്തിലേക്ക് വിശ്വാസികളെ ആകർഷിക്കുക എന്നതാണ് ഓരോ മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെയും ഉദ്ദേശം. ജപ്പാന്റെ വടക്ക് പടിഞ്ഞാറ് അക്കിത്ത എന്ന പ്രദേശത്തായി സ്ഥിതി ചെയ്യുന്ന സേത്തേയ് ഹോഷിക്കായ് എന്ന കത്തോലിക്ക കോൺവെന്റിലെ ചാപ്പലിലാണ് പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുതം നടക്കുന്നത്. ജാപ്പനീസ് ഇരിമോയ ജൂസോ ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഗുൻമയിലെ തക്കസാക്കി സിറ്റിയിലെ യുറാനോഡോമിയ കൊഗയിൽ നിന്നുള്ള ജാപ്പനീസ് ക്ഷേത്ര നിർമ്മാണ ആശാരികളാണ് നിർമ്മിച്ചത്. വളരെ ലളിതമായ ഈ ചാപ്പലിൽ ഒരു ബുദ്ധിസ്റ്റ് ശില്പി ജൂതയ മരത്തിൽ കൊത്തിയെടുത്ത പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. 3 അടിയോളം ഉയരമുള്ള ആ പ്രതിമയിൽ കുരിശിന് മുന്നിൽ ഇരുവശങ്ങളിലേക്കുമായി കൈകൾ വിരിച്ചു നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ കാൽക്കൽ ഒരു ഭൂഗോളവുമായാണ് ഉള്ളത്. മെയ് 12 സിസ്റ്റർ ആഗ്നസ് കാറ്റ്സുക്കോ സസഗാവ എന്ന ഒരു കന്യാസ്ത്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്മെയ്ഡ്സ് ഓഫ് ഹോളി യുക്രിസ്റ്റിന്റെ മഠത്തിൽ ചേർന്നു. സിസ്റ്റർ ആഗ്നസ് പൂർണ്ണമായും ബധിരയായിരുന്നു. എന്നാൽ കോൺവെന്റിലെ അവളുടെ സാന്നിധ്യം താമസിക്കാതെ കാര്യങ്ങൾ എന്നേക്കുമായി മാറ്റിമറിച്ചു. 1973 ജൂൺ 12 സിസ്റ്റർ ആഗ്നസ് സസഗാവ ജപ്പാനിലെ അക്കിത്തയിലുള്ള തന്റെ കോൺവെന്റിലെ ചാപ്പലിൽ പ്രാർത്ഥിക്കുമ്പോൾ അൾത്താരയിലെ ദിവ്യസക്രാരയിൽ നിന്ന് ഉജ്ജ്വലമായ പ്രകാശകിരണങ്ങൾ പുറപ്പെടുന്നത് കണ്ടു. അടുത്ത 2 ദിവസങ്ങളിൽ അതേ അത്ഭുതം ആവർത്തിച്ചു. ജൂൺ 28 സിസ്റ്റർ ആഗ്നസിന്റെ ഇടതു കൈപ്പത്തിയിൽ കുരിശിന്റെ ആകൃതിയിലുള്ള മുറിവ് പ്രത്യക്ഷപ്പെട്ടു. അതിൽ നിന്ന് ധാരാളമായി രക്തം വരികയും അത് അവൾക്ക് വേദന ഉണ്ടാക്കുകയും ചെയ്തു. ഈ അത്ഭുതം സംഭവിച്ചപ്പോൾ സിസ്റ്റർ ആഗ്നസിന്റെ കൂടെ ഉണ്ടായ മറ്റു സിസ്റ്റേഴ്സും സക്രാരിൽ നിന്നുയരുന്ന പ്രകാശ കിരണങ്ങൾ ദർശിച്ചു. ജൂലൈ 6 സിസ്റ്റർ ആഗ്നസ് പ്രാർത്ഥിക്കുമ്പോൾ ചാപ്പലിലുണ്ടായിരുന്ന കന്യകാമറിയത്തിന്റെ പ്രതിമയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അതായിരുന്നു ആദ്യത്തെ സന്ദേശം. അതേ ദിവസം കൂടെയുള്ള സിസ്റ്റേഴ്സ് ഔർ ലേഡി ഓഫ് അക്കിത്തയുടെ വലതു കൈയിൽ നിന്നൊഴുകുന്ന രക്തത്തുള്ളികൾ കണ്ടെത്തി. ഈ രക്തപ്രവാഹം 4 തവണ സംഭവിച്ചു. പരിശുദ്ധ അമ്മയുടെ കൈയിലെ മുറിവ് സെപ്റ്റംബർ 29 വരെ തുടർന്നു. എന്നാൽ അതേ ദിവസം തന്നെ പ്രതിമ വിയർക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് നെറ്റിയിൽ നിന്നും കഴുത്തിൽ നിന്നും. 1973 ഓഗസ്റ്റ് 3 സിസ്റ്റർ ആഗ്നസിന് 2ാമത്തെ സന്ദേശവും അതേ വർഷം ഒക്ടോബർ 13 3ാമത്തെയും അവസാനത്തെയും സന്ദേശവും ലഭിച്ചു. സിസ്റ്റർ ആഗ്നസിന് ഇതിനകം അവളുടെ കാവൽ മാലാഖയുടെ ദർശനവും ലഭിച്ചിരുന്നു. മാലാഖ അവളോട് പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ മുറിവുകൾ നിങ്ങളുടേതിനേക്കാൾ വളരെ ആഴമേറിയതും സങ്കടകരവുമാണ്. നമുക്കൊരുമിച്ച് ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കാം. ചാപ്പലിലേക്ക് പോകുമ്പോൾ അവളുടെ കാവൽ മാലാഖ അപ്രത്യക്ഷമായി. പെട്ടെന്ന് അവർ ലേഡി ഓഫ് അക്കിത്തയുടെ തിരുസ്വരൂപത്തിന് ജീവൻ ലഭിച്ചതായി തോന്നി. നിന്റെ ബധിരത സുഖപ്പെടുമെന്ന സന്ദേശം അവൾക്ക് ലഭിച്ചു. മാർപ്പാപ്പയ്ക്കും ബിഷപ്പുമാർക്കും പുരോഹിതന്മാർക്കും വേണ്ടിയും വളരെയധികം പ്രാർത്ഥിക്കാനും അവളോട് നിർദ്ദേശിച്ചു. 1975 ജനുവരി 4 അവർ ലേഡിയുടെ പ്രതിമ കരയാൻ തുടങ്ങി. 6 വർഷവും 8 മാസവും വിവിധ സന്ദർഭങ്ങളിൽ കരയുന്നത് തുടർന്നു. അവസാനമായി കരഞ്ഞത് 1981 സെപ്റ്റംബർ 15 വ്യാകുലമാതാവിന്റെ തിരുനാളിന് ആയിരുന്നു. ആകെ 101 ദിവസങ്ങളാണ് അവർ ലേഡി ഓഫ് അക്കിത്ത കരഞ്ഞത്. 101 എന്ന സംഖ്യയുടെ അർത്ഥവും കാവൽ മാലാഖ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇത് സൂചിപ്പിക്കുന്നത് പാപം ഒരു സ്ത്രീയിലൂടെയാണ് ലോകത്തിലേക്ക് വന്നത്, കൂടാതെ ഒരു സ്ത്രീയിലൂടെയാണ് ലോകത്തിലേക്ക് രക്ഷയും വന്നത്. രണ്ടും തമ്മിലുള്ള 0 സൂചിപ്പിക്കുന്നത് നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്ന നിത്യനായ ദൈവത്തെയാണ്. ആദ്യത്തെ ഹവ്വായെയും അവസാനത്തേത് കന്യകാമറിയത്തെയും പ്രതിനിധീകരിക്കുന്നു. ഈ ദർശനം ലഭിച്ച സിസ്റ്റർ ആഗ്നസ് എന്ന പേരിന്റെ അർത്ഥം കുഞ്ഞാട് എന്നാണ്. അവൾ ബധിരതയിൽ നിന്ന് സുഖം പ്രാപിച്ചു. അത് വൈദ്യശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ ആവാത്തതാണെന്ന് സ്ഥിരീകരിച്ചു. മാതാവിന്റെ ദർശനങ്ങളുടെ ആധികാരികതയുടെ അടയാളമായിരുന്നു ഈ അത്ഭുതം. അവർ ലേഡി ഓഫ് അക്കിത്ത ദർശനങ്ങളെ ഔപചാരികമായി അംഗീകരിച്ച ബിഷപ്പ് ജോൺ ഷോജിറോ ഇറ്റോ ഒരു കൂട്ടം തീർത്ഥാടകരോട് ഇങ്ങനെ പറഞ്ഞു, ഇത് ഫാത്തിമയുടെ സന്ദേശമാണ്.
ബിഷപ്പ് ഇറ്റോ 1988 റോമിൽ നടത്തിയ ഒരു സന്ദർശന വേളയിൽ അവർ ലേഡി ഓഫ് അക്കിത്തയുടെ വിശ്വാസ പ്രമാണത്തിനായുള്ള അദ്ദേഹത്തിന്റെ ഇടയലേഖനത്തിന്റെ ഉള്ളടക്കം സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷൻ അംഗീകരിച്ചു. അതിനുശേഷം 30 ഡേയ്സ് എന്ന ഇറ്റാലിയൻ മാസികയുടെ 1990 ഓഗസ്റ്റ് ലക്കത്തിൽ അന്ന് കർദിനാളായിരുന്ന ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇത് അംഗീകരിക്കുകയും ചെയ്തു. ഇന്നും അവർ ലേഡി ഓഫ് അക്കിത്തയെ കാണാൻ നിരവധി ആളുകൾ നാനാദേശത്തു നിന്ന് വരുന്നു. പ്രകൃതി സൗന്ദര്യത്തിന്റെ വശ്യതയാൽ ചുറ്റപ്പെട്ട ഈ കോൺവെന്റും പരിസരവും നമുക്ക് കൂടുതൽ ഭക്തിസാന്ദ്രമായ ഒരു അനുഭവമാണ് പകർന്നു നൽകുന്നത്.